സ്നേഹത്തിന്റെ പേരിൽ നമ്മൾ പലപ്പോഴും കണക്കുകൾ പറയാറുണ്ട്. ഈ വീടിന് വേണ്ടി ഞാൻ എന്തൊക്കെ ചെയ്തിട്ടുണ്ട്, ഞാൻ നിന്നെ പഠിപ്പിച്ചിട്ടില്ലേ, ഞാൻ നിന്നെ ഇത്രയൊക്കെ ആക്കിയില്ലേ, നിനക്ക് വേണ്ടി ഞാൻ ഇതൊക്കെ ചെയ്യുന്നില്ലേ എന്നൊക്കെ. നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ടവരിൽ നിന്ന് ഇങ്ങനെയൊക്കെ വാചകം കേൾക്കുമ്പോൾ ശരിക്കും ചങ്ക് പൊട്ടിപ്പോകും അല്ലെ. കുറുപ്പിന്റെ കണക്ക് പുസ്തകം എന്നുള്ളൊരു പണ്ടത്തെ ഒരു മൂവിയുണ്ട്. ബാലേന്ദ്ര മേനോൻ ചെയ്ത കുടുംബത്തിന് വേണ്ടി ചെയ്ത എല്ലാ കാര്യങ്ങൾക്കും വേണ്ടി കണക്കുകൾ സൂക്ഷിക്കുന്ന ഒരു പശ്ചാത്തലം അവിടെ വിശദീകരിക്കുന്നുണ്ട്. സത്യത്തിൽ ഒരു മനുഷ്യൻ താൻ ചെയ്ത കാര്യങ്ങളുടെ പട്ടിക നിരത്താൻ തുടങ്ങുമ്പോൾ അതിനർത്ഥം അവിടെ സ്നേഹം കുറഞ്ഞു തുടങ്ങി എന്നാണ്. കാരണം സ്നേഹം എന്നത് പ്ലാൻ ചെയ്തൊരു കാര്യമല്ല. ശ്വാസം പോലെ വളരെ സ്വാഭാവികമായിട്ടും നമ്മുടെ ഉള്ളിൽ നിന്ന് വരേണ്ട ഒന്നാണ്. സ്നേഹമുള്ളപ്പോൾ നമ്മൾ ചെയ്യുന്നതൊന്നും ഒരു ഉപകാരമായി തോന്നില്ല. മാത്രമല്ല അതിൻ്റെ ഒരു ലിസ്റ്റ് നമ്മുടെ ഓർമ്മയിൽ പോലും ഉണ്ടാവാറില്ല. പക്ഷേ എന്നാണോ ആ സ്നേഹത്തിൻ്റെ ഒഴുക്ക് നിൽക്കുന്നത്, എന്നാണോ ആ സ്നേഹം കുറഞ്ഞു തുടങ്ങുന്നത്, അന്ന് മുതൽ നമ്മൾ കണക്കുകൾ പറഞ്ഞു തുടങ്ങും. ഞാൻ നിനക്കിത് ചെയ്തു, ഞാൻ ഇതാണ് ഏറ്റവും കൂടുതൽ ചെയ്യുന്നത് എന്നൊക്കെ. അവിടെ നമ്മളൊരു വിലപേശുകയാണ്. അവിടെ സ്നേഹം ഒരു വൈകാരിക കച്ചവടമായിട്ട് മാറുന്നൊരവസ്ഥയുണ്ട്. ഒരു ഉദാഹരണത്തിന് പറഞ്ഞാൽ, ഒരമ്മ തൻ്റെ കുഞ്ഞിനെ ഉറക്കം വിളിച്ച് നോക്കുന്നത് അവരൊരിക്കലും അതൊരു പണിയായിട്ട് അവർക്ക് തോന്നാറില്ല. അതൊരു വല്ലാത്തൊരു സ്നേഹമാണ്, സാക്രിഫൈസ് ആണ് എന്ന് വേണമെങ്കിൽ പറയാം. എന്നാൽ അതേ കാര്യം പണത്തിന് വേണ്ടി ചെയ്യുന്ന ഒരാൾക്ക് അത് ഓരോ മിനിറ്റും കണക്കുള്ള ഒരു ജോലിയാണ്. അതുപോലെ തന്നെയാണ് നമ്മുടെ ഈ സ്നേഹത്തിൻ്റെ കാര്യത്തിലും നടക്കുന്നത്. നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ തന്നെ നമുക്ക് കിട്ടുന്ന ഒരു സംതൃപ്തി ഉണ്ടല്ലോ, അതാണ് നമ്മൾ ഒരാൾക്കൊരു കാര്യം ചെയ്തു കൊടുക്കുമ്പോൾ നമ്മൾ അനുഭവപ്പെടുന്ന ഒരു ആത്മസംതൃപ്തി. അതാണ് യഥാർത്ഥത്തിൽ സ്നേഹം. നമ്മുടെ ഉള്ളിൽ സ്നേഹം നിറഞ്ഞു നിൽക്കുമ്പോൾ അത് തനിയെ പുറത്തേക്ക് ഒഴുകും. ഒരു നിറഞ്ഞു നിൽക്കുന്ന പാത്രത്തിൽ നിന്ന് വെള്ളം തുളുമ്പുന്നത് പോലെ എന്നൊക്കെ വേണമെങ്കിൽ പറയാം. അവിടെ ഞാൻ നിനക്ക് എന്ത് ചെയ്തു, എന്ത് തന്നു, ഞാൻ ഇത്രയും നിന്നെ നോക്കി എന്നുള്ള ഒരു ചോദ്യമൊന്നും ഉണ്ടാവില്ല. മനഃശാസ്ത്രപരമായിട്ട് പറഞ്ഞാൽ നമ്മളിൽ തന്നെ തൃപ്തരാകുമ്പോൾ സ്നേഹം എന്നത് ഒരു ഡിമാൻഡ് അല്ലാണ്ടാകും. മറ്റൊരാളുടെ സന്തോഷത്തിൽ സന്തോഷിക്കാൻ കഴിയുന്നതാണ് സ്നേഹത്തിൻ്റെ ഏറ്റവും വലിയൊരു ഭംഗി. തിരിച്ചു കിട്ടാൻ വേണ്ടി മാത്രം സ്നേഹിക്കുമ്പോൾ, അല്ലെങ്കിൽ തിരിച്ചു കിട്ടും എന്ന പ്രതീക്ഷയോടുകൂടി മാത്രം നമ്മൾ സ്നേഹിക്കുമ്പോൾ പരാതികൾ മാത്രമേ ബാലൻസ് ഉണ്ടാവുകയുള്ളൂ. എന്നാൽ നൽകുന്നതിൽ സന്തോഷം കണ്ടെത്തിയാൽ ആ ബന്ധം എത്ര മനോഹരമായിരിക്കും. ഒന്ന് ആലോചിച്ച് നോക്കൂ. നമ്മുടെ സ്നേഹം ഒരാൾക്ക് ആശ്വാസമാണോ, അതോ നമ്മൾ ചെയ്ത കാര്യങ്ങളുടെ ഒരു വലിയ ലിസ്റ്റുകൾ ഉണ്ടാക്കി ഒരു കണക്ക് പറച്ചിലാണോ? അങ്ങനെ നമ്മൾ പറയുന്നുണ്ട് എങ്കിൽ, നമ്മൾ ചെയ്തു കൂട്ടിയ കാര്യങ്ങളുടെ കണക്ക് പട്ടിക നമ്മൾ നിരത്തുന്നുണ്ട് എങ്കിൽ അത് സ്നേഹമല്ല, അതൊരു തരം വൈകാരികമായിട്ടുള്ള ഒരു കച്ചവടമാണ്. ചുരുക്കി പറഞ്ഞാൽ അതൊരു ചെറിയൊരു ബിസിനസ്സാണ് എന്ന് വേണമെങ്കിൽ പറയാം.